മലമ്പുഴയിൽ VSന്റെ മകനും വിശ്വസ്തനും ഏറ്റുമുട്ടുമോ? കേരള രാഷ്ട്രീയത്തിലെ അതികായൻ VS അച്യുതാനന്ദന്റെ തട്ടകമായ മലമ്പുഴയിൽ ഇത്തവണ രാഷ്ട്രീയത്തിനപ്പുറം വൈകാരികമായ ഒരു പോരാട്ടത്തിന് കളമൊരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. VSന്റെ മകൻ VA അരുൺകുമാറിനെ LDF സ്ഥാനാർത്ഥിയാക്കാൻ CPM നീക്കം നടത്തുമ്പോൾ VSന്റെ നിഴലായിരുന്ന മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് A സുരേഷിനെ UDF സ്വതന്ത്രനാക്കി അട്ടിമറിക്ക് കോൺഗ്രസ് ശ്രമിക്കുന്നു. VSന്റെ അനന്തരാവകാശിയും അദ്ദേഹത്തിന്റെ വിശ്വസ്തനും തമ്മിലുള്ള ഈ പോരാട്ടം മലമ്പുഴയിലെ വോട്ടർമാരെ ശരിക്കും ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുകയാണ്. 11 വർഷം മുൻപ് പാർട്ടി പുറത്താക്കിയിട്ടും VS പക്ഷത്തിന്റെ കരുത്തായി നിലകൊണ്ട A സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം നേരിട്ടാണ് ചർച്ചകൾ നടത്തുന്നത്. VSന്റെ മണ്ഡലത്തിലെ ഓരോ മുക്കും മൂലയും അറിയാവുന്ന സുരേഷിനെ ഇറക്കിയാൽ BJPക്ക് വലിയ സ്വാധീനമുള്ള മലമ്പുഴയിൽ ഇടതുകോട്ട തകർക്കാമെന്നാണ് UDF കണക്കുകൂട്ടൽ. എന്നാൽ ഇപ്പോഴും ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണെന്ന സുരേഷിന്റെ പരസ്യ നിലപാട് കോൺഗ്രസിനെ അല്പം അമ്പരപ്പിച്ചിട്ടുണ്ട്. എങ്കിലും UDF സ്വതന്ത്രനായി അദ്ദേഹം വന്നാൽ VS അനുകൂല വോട്ടുകളിൽ വിള്ളലുണ്ടാകുമെന്ന് ഉറപ്പാണ്. അരുൺകുമാർ എതിരാളിയായി വന്നാൽ സുരേഷ് മത്സരിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. VSനോടും കുടുംബത്തോടും സുരേഷ് പുലർത്തുന്ന ആഴത്തിലുള്ള വൈകാരിക ബന്ധം ഈ നീക്കത്തിന് തടസ്സമായേക്കാം. VSന്റെ മകൻ അരുൺകുമാർ LDF സ്ഥാനാർത്ഥിയായാൽ താൻ UDF ടിക്കറ്റിൽ എതിരാളിയായി നിൽക്കില്ലെന്ന സൂചനയാണ് സുരേഷുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്നത്. ഇത് മുൻകൂട്ടി കണ്ടാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റി അരുൺകുമാറിന്റെ പേര് സജീവമായി പരിഗണിക്കുന്നത്. സുരേഷിന്റെ വഴിയടയ്ക്കാൻ ഇതിലും നല്ലൊരു തന്ത്രം CPMന് മുന്നിലില്ല. VS പ്രഭാവം വീണ്ടും ജ്വലിപ്പിച്ചു നിർത്താൻ അരുൺകുമാറിന് കഴിയുമെന്നാണ് CPM പ്രതീക്ഷ. എന്നാൽ IHRDയിലെ പദവിയും പഴയ വിവാദങ്ങളും എതിരാളികൾ ആയുധമാക്കാൻ സാധ്യതയുണ്ട്. മറുവശത്ത് VS ഫാൻസിന്റെ പിന്തുണയോടെ സുരേഷ് മത്സരിച്ചാൽ മണ്ഡലത്തിൽ ത്രികോണ മത്സരം മുറുകും. VSന്റെ തണലിൽ വളർന്ന 2 പേർ നേർക്കുനേർ വരുമ്പോൾ ആർക്കൊപ്പം നിൽക്കണമെന്ന ആശയക്കുഴപ്പത്തിലാണ് മലമ്പുഴയിലെ ജനങ്ങൾ. അരുൺകുമാറിലൂടെ VS വികാരം നിലനിർത്താൻ CPMന് കഴിയുമോ? അതോ വിശ്വസ്തനിലൂടെ UDF അട്ടിമറി നടത്തുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മലമ്പുഴയിൽ BJPയും ഇത്തവണ വിജയപ്രതീക്ഷയിലാണ്. അതായത് ആർക്കും അവിടെ ജയിക്കാം.